മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് പെട്ടെന്ന് എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ബിഗ് ബോസിൽ ബീട്രൂട്ട് റൈസിൻ്റെ കാര്യം പറയുന്നത് കേട്ടത്. എന്നാലൊരു ബീട്രൂട്ട് റൈസ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ബീട്രൂട്ട് നന്നായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കടായി എടുക്കുക, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്നട്ടും കിസ്മിസും നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കുക. ആ ഒരു നെയ്യിലേക്ക് തന്നെ ഒരു 4 ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ബീട്രൂട്ട് നന്നായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഈ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരും. ഇനി നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി പഴം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 4.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കൈമ റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 3 കപ്പ് കൈമ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. വേവിച്ചതിന് ശേഷം വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ കണ്ട നന്നായിട്ട് റൈസ് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിയിലയും കാഷ്നട്ടും കിസ്മിസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് സൈഡ് ഡിഷായിട്ട് ഞാനൊരു പൊട്ടറ്റോ ഫ്രൈ ആണ് എടുക്കുന്നത്. പൊട്ടറ്റോ നീളത്തിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് വെളുത്തുള്ളിയും നല്ല ജീരകം ഒരു 1/2 സ്പൂണും കൂടെ ചേർത്തതിന് ശേഷം ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്കതിലേക്കിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുകയും കൂടെ ചെയ്ത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് എണ്ണയിലേക്ക് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒരു കാടമുട്ട ഒരു 10 എണ്ണം നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈസിനോട് നമുക്ക് കാടമുട്ടയും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം നമുക്കിനി ഒന്ന് സെർവ് ചെയ്ത് അതിൻ്റെ കൂടെ സാലഡും കുറച്ച് നാരങ്ങ അച്ചാറുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.